USSന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചോദ്യത്തിലേക്ക് കടക്കാം. ഔട്ട് ഓഫ് ദ ഫോളോയിങ് ചൂസ് ദ സിറ്റുവേഷൻ ഇൻ വിച്ച് കോൺവെക്സ് മിറർ ഇസ് യൂസ്ഡ്. ഓപ്ഷൻസ് ശ്രദ്ധിക്കാം. എ റിയർ വ്യൂ മിറർ ഇൻ വെഹിക്കിൾസ്, ഓപ്ഷൻ ബി ഇൻ കാലിഡോസ്കോപ്പ്, ഓപ്ഷൻ സി ഇൻ പെരിസ്കോപ്പ്, ഓപ്ഷൻ ഡി ഇൻ ആർക്ക് ലാമ്പ്. ഇപ്പോൾ കോൺവെക്സ് മിറർ നമ്മൾ ഉപയോഗിക്കുന്നത് റിയർ വ്യൂ മിറർ ഇൻ വെഹിക്കിൾസ് ആണ്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആണ്. വാഹനങ്ങളിൽ സൈഡ് വ്യൂ മിറർ അല്ലെങ്കിൽ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നത് കോൺവെക്സ് മിററാണ്. വളരെ വലിയൊരു വീക്ഷണ വിസ്തൃതി കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ദർപ്പണങ്ങളെ ഉപയോഗിക്കുന്നത്. പെരിസ്കോപ്പിലും കാലിഡോസ്കോപ്പിലും നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലെയിൻ മിററാണ്. അതുപോലെ ആർക്ക് ലാമ്പിൽ ഉപയോഗിക്കുന്നത് കോൺകേവ് മിററാണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. We do not get an image of an aeroplane flying in the sky because the source of light is. ഓപ്ഷൻസ് ശ്രദ്ധിക്കാം. ഓപ്ഷൻ എ point source, ഓപ്ഷൻ ബി bigger than the obstacle which is very close to the ground, ഓപ്ഷൻ സി smaller than the obstacle, ഓപ്ഷൻ ഡി bigger than the obstacle which is also quite far away from the ground. ഇതിന് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ബിഗർ ദാൻ ദ ഒബ്സ്റ്റക്കിൾ വിച്ച് ഈസ് ഓൾസോ ക്വൈറ്റ് ഫാർ അവേ ഫ്രം ദ ഗ്രൗണ്ട്. അടുത്ത ചോദ്യം. ഹൗ മെനി ടൈംസ് മാൻ വെന്റ് ടു മൂൺ ആൻഡ് റിട്ടേൺ സക്സസ്ഫുള്ളി ആഫ്റ്റർ ദ ഫസ്റ്റ് ജേർണി? ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 1, ഓപ്ഷൻ സി 7, ഓപ്ഷൻ ഡി 3. അതിന് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ 5 ആണ്. അടുത്ത ചോദ്യം. ബേണിംഗ് ഓഫ് മീറ്റിയോർ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് ഡ്യൂ ടു? ഓപ്ഷൻ എ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ഓപ്ഷൻ ബി മാഗ്നറ്റിക് ഫോഴ്സ്, ഓപ്ഷൻ സി ഫ്രിക്ഷണൽ ഫോഴ്സ്, ഓപ്ഷൻ ഡി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. അന്തരീക്ഷവായുവുമായുള്ള കർഷണം കൊണ്ടാണ് ഇവ ഭൂമിയിൽ എത്താതെ ഭൂരിഭാഗം മീറ്റിയോഴ്സും കത്തിപ്പോകുന്നത്. ഇങ്ങനെ അന്തരീക്ഷം ഭൂമിക്കൊരു സുരക്ഷാ കവചം തീർക്കുന്നുണ്ടെന്ന കാര്യം കൂടി നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കണം. അടുത്ത ചോദ്യം. ഫ്രിക്ഷൻ ഈസ് ഓൾവേസ്. ഓപ്ഷൻസ് ശ്രദ്ധിക്കാം. ഓൾവേസ് ഡിസഡ്വാൻറ്റേജ്, ഓപ്ഷൻ ബി ഓൾവേസ് ആൻ അഡ്വാൻറ്റേജ്, ഓപ്ഷൻ സി sometimes a disadvantage and sometimes an advantage, ഓപ്ഷൻ ഡി none of these. ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ്. സംടൈംസ് എ ഡിസഡ്വാൻറ്റേജ് ആൻഡ് സംടൈംസ് ആൻ അഡ്വാൻറ്റേജ്. ഫ്രിക്ഷണൽ ഫോഴ്സ് കൊണ്ട് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. അതിനൊന്ന് രണ്ട് ഉദാഹരണം പറയാം. നമുക്ക് നടക്കാൻ സാധിക്കുന്നത് ഫ്രിക്ഷൻ്റെ ഒരു ഗുണമാണ്. അതുപോലെ ബ്രേക്ക് ചെയ്ത് വാഹനങ്ങൾ നിർത്താൻ സാധിക്കുന്നത് ഫ്രിക്ഷൻ്റെ ഗുണമാണ്. യന്ത്രങ്ങളുടെ തേയ്മാനം പറയുകയാണെങ്കിൽ നമുക്കവിടെ അതിൻ്റെ ദോഷമായിട്ട് പരിഗണിക്കാം. അടുത്ത ചോദ്യം. ദി SI യൂണിറ്റ് ഓഫ് പ്രഷർ ഈസ്? ഓപ്ഷൻ എ പാസ്കൽ, ഓപ്ഷൻ ബി ജൂൾ, ഓപ്ഷൻ സി ന്യൂട്ടൺ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ പാസ്കൽ. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വിൻഡ് എനർജി ഫാം? ഓപ്ഷൻ എ കോട്ട, ഓപ്ഷൻ ബി കഞ്ഞിക്കോട്, ഓപ്ഷൻ സി ആരുവായ്മൊഴി, ഓപ്ഷൻ ഡി ലക്ഷദ്വീപ്. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ കോട്ട. അടുത്ത ചോദ്യം. എ നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി ഈസ്? ഓപ്ഷൻ എ ബയോമാസ്, ഓപ്ഷൻ ബി നാഫ്ത, ഓപ്ഷൻ സി സോളാർ എനർജി, ഓപ്ഷൻ ഡി ഹൈഡ്രജൻ. നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി എന്ന് വെച്ചാൽ പുനരുൽപ്പാദിപ്പിക്കാൻ സാധിക്കാത്ത ഊർജ സ്രോതസ്സാണ്. നാഫ്ത എന്നാൽ പെട്രോളിയത്തിൽ നിന്നും കിട്ടുന്നതാണ്.
അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്നു. അതുകൊണ്ട് അതിനെ പുനരുൽപ്പാദിപ്പിക്കാൻ സാധിക്കാത്ത ഊർജ സ്രോതസ്സാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരമായി വരുന്നത് നാഫ്ത. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഡാഷ് ഇസ് എ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി. ഓപ്ഷൻസ് ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ ന്യൂക്ലിയർ ഫ്യൂവൽ, ഓപ്ഷൻ ബി കെറസിൻ, ഓപ്ഷൻ സി പെട്രോൾ, ഓപ്ഷൻ ഡി ബയോഗ്യാസ്. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി ബയോഗ്യാസ് ആണ്. റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി എന്നാൽ പുനരുൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന ഊർജ സ്രോതസ്സുകളാണ്. ബയോഗ്യാസ് പുനരുൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സായി പരിഗണിക്കാം. ബയോഗ്യാസ് നിർമ്മിക്കുന്നത് ബയോമാസിൽ നിന്നാണ്. ബയോമാസ് എന്നാൽ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും അവശിഷ്ടങ്ങളെയാണ് ബയോമാസ് എന്ന് പറയുന്നത്. ഇവയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഇന്ധനമാണ് ബയോഗ്യാസ്. റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിയുടെ വിഭാഗത്തിൽ പെടുന്നു. അടുത്ത ചോദ്യം. The source of all our energy is the option A sea, option B wind, option C sun, option D crust of the earth. അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ്, സൺ. The most abundant gas present in sun is dash. Option A hydrogen, option B oxygen, ഓപ്ഷൻ സി ഓസോൺ, ഓപ്ഷൻ ഡി ഹീലിയം. അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ഹൈഡ്രജൻ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ദ ഫ്യൂവൽ യൂസ്ഡ് ഇൻ കായംകുളം തെർമൽ പവർ സ്റ്റേഷൻ. ഓപ്ഷൻ എ നാഫ്ത, ഓപ്ഷൻ ബി കോൾ, ഓപ്ഷൻ സി സ്റ്റീം, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ നാഫ്തയാണ്. നാഫ്ത എന്നാൽ പെട്രോളിയത്തിൽ നിന്നും കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്നു. ഇത് പുനരുൽപ്പാദിപ്പിക്കാൻ സാധിക്കാത്ത ഊർജ സ്രോതസ്സാണ്. അതായത് നാഫ്ത എന്ന് പറയുന്നത് നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി. അടുത്ത ചോദ്യം. ഇഫ് ഏരിയ ഓഫ് കോണ്ടാക്ട് ഇസ് ഇൻക്രീസ്ഡ് ദെൻ ഓപ്ഷൻ എ പ്രഷർ ഇൻക്രീസസ്, ഓപ്ഷൻ ബി പ്രഷർ ഡിക്രീസസ്, ഓപ്ഷൻ സി പ്രഷർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി പ്രഷർ ഡിക്രീസസ്. ഏരിയ ഓഫ് കോണ്ടാക്റ്റ് കൂടുന്നതിനനുസരിച്ച് പ്രഷർ കുറയുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. ഏരിയയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ പ്രഷർ സ്വാഭാവികമായും കുറയും. പ്രഷറിനെ നമുക്ക് പി എന്ന് കൊടുക്കാം. പി സമം എഫ് ഡിവൈഡഡ് ബൈ എ. ഈ സമവാക്യത്തിൽ നിന്നും ഏരിയ കൂടിയാൽ പ്രഷർ കുറയും. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഓൺ ദ ടോപ്പ് ഓഫ് മൗണ്ടൻ ഈസ് ഡാഷ് ദാൻ അറ്റ് ദ സീ ലെവൽ. ഓപ്ഷൻ എ ലെസ്, ഓപ്ഷൻ ബി ഈക്വൽ, ഓപ്ഷൻ സി ലിറ്റിൽ, ഓപ്ഷൻ ഡി മോർ. അതിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ലെസ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഡ്യൂ ടു വിച്ച് ഫിനോമിനൻ ഓഫ് ലൈറ്റ് റെയിൻബോ ഈസ് ഫോംഡ്. ഓപ്ഷൻ എ ഡിസ്പേർഷൻ, ഓപ്ഷൻ ബി റിഫ്ലക്ഷൻ, ഓപ്ഷൻ സി സ്കാറ്ററിംഗ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ഡിസ്പേർഷൻ ആണ്. ദ ഫിനോമിനൻ ഓഫ് the splitting up of white light into its component colors is dispersion. A rainbow is formed as a result of the dispersion of sun's ray by tiny water drop in the air. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. A pencil partially immersed in water looks bent at water surface. Write the reason for this phenomenon. Option A refraction, ഓപ്ഷൻ ബി റിഫ്ലക്ഷൻ, ഓപ്ഷൻ സി ലൂമിംഗ് ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ റിഫ്രാക്ഷൻ ആണ്. വെൻ ലൈറ്റ് ട്രാവൽസ് ഫ്രം വൺ മീഡിയം ടു അനദർ ഇറ്റ്സ് പാത്ത് അണ്ടർഗോസ് എ ഡീവിയേഷൻ. ദിസ് ഫിനോമിനൻ ഓഫ് ലൈറ്റ് ഈസ് കോൾഡ് റിഫ്രാക്ഷൻ.
അടുത്ത ചോദ്യം. The phenomenon of splitting up of white light into its component colors is dispersion. Which colored light is obtained when this 7-colored spectrum recombined? Option A white, option B red, option C blue, option D indigo. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ വൈറ്റ് ആണ്.